ഈ ബില്ല് നിയമമാകുന്നതോടെ മുനമ്പം പ്രശ്നത്തിന് പരിഹാരമാകും എന്ന കേന്ദ്ര സർക്കാരിന്റെ വാദം തള്ളുകയാണ് UDFും CPIMും. മുനമ്പത്ത് പ്രശ്നപരിഹാരം ഉണ്ടാക്കേണ്ടത് സംസ്ഥാന സർക്കാരാണെന്ന് കോൺഗ്രസും മുസ്ലിം ലീഗും പറയുന്നു. ബില്ല് നിയമമാകുന്നതോടെ മുനമ്പത്ത് പ്രശ്നപരിഹാരം ഉണ്ടാകുമെന്നാണ് BJP ആവർത്തിക്കുന്നത്. മുനമ്പം ഭൂമി പ്രശ്നത്തിന് പരിഹാരം കാണാൻ വഖഫ് നിയമത്തെ അനുകൂലിക്കണമെന്ന BJPയുടെയും കത്തോലിക്ക സഭയുടെയും വാദത്തെ ഇവ തമ്മിൽ ബന്ധമില്ലെന്ന വാദമുയർത്തിയാണ് CPIMും UDFും പ്രതിരോധിക്കുന്നത്. വഖഫ് ബില്ല് എങ്ങനെയാണ് മുനമ്പം ജനതയെ സഹായിക്കുന്നതെന്ന് വ്യക്തമാക്കണമെന്നാണ് UDF പറയുന്നത്. ബില്ല് പാസായി എന്ന് കരുതി മുനമ്പം വിഷയം പരിഹരിക്കാൻ കഴിയില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഇപ്പോൾ പാസ്സാക്കപ്പെടാൻ പോകുന്ന ഈ വഖഫ് ബില്ല് എങ്ങനെയാണ് മുനമ്പത്തെ ജനങ്ങളെ സഹായിക്കുന്നതെന്നുകൂടി പറയുന്ന ആളുകൾ വ്യക്തമാക്കിയാൽ നല്ലതായിരിക്കും. ഊടുവഴികളിലൂടെ വഖഫ് സ്വത്തുക്കൾ തട്ടിയെടുക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് വഖഫ് ബില്ലെന്ന് മുസ്ലിം ലീഗ് കുറ്റപ്പെടുത്തുന്നു. മുനമ്പത്ത് പ്രശ്നപരിഹാരമുണ്ടാക്കേണ്ടത് സംസ്ഥാന സർക്കാർ. ചില ഊടുവഴികളിലൂടെ വഖഫ് സ്വത്തുക്കൾ തട്ടിയെടുക്കാനുള്ള ശ്രമമായിട്ടാണ് ഇപ്പോൾ എല്ലാവരും അതിനെ കാണുന്നത്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വഖഫ് ചെയ്യുക, അതുപോലെ തന്നെ സംരക്ഷിക്കുക എന്നുള്ളത് മതപരമായിട്ടുള്ള വിശ്വാസത്തിന്റെ ഭാഗമാണ്. ഗവൺമെന്റ് അതിനോടൊപ്പമാണ് നിൽക്കേണ്ടത്. മുനമ്പവുമായി ബന്ധപ്പെട്ട ഒന്നും വഖഫ് ബില്ലിൽ ഇല്ലെന്നാണ് CPIM പ്രതികരണം. ഹിന്ദു രാഷ്ട്രത്തിലേക്ക് നീങ്ങുന്നതിനുള്ള ശ്രമമാണ് ബില്ലിനു പിന്നിലെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഹിന്ദുത്വ രാജ്യം, ഒരു മതരാഷ്ട്രം, ഈ ഒരു ലക്ഷ്യത്തിലേക്ക് നീക്കുന്നതിന് വേണ്ടിയുള്ള നിരവധിയായ അണിയറ പ്രവർത്തനങ്ങളിൽ കേന്ദ്രീകൃതമായ സ്വേച്ഛാധിപത്യപരമായ നിലപാടിലേക്കാണ് ഈ രാജ്യത്ത് നീക്കാൻ BJP സംഘപരിവാർ വിഭാഗം RSSന്റെ അതാണ് ന്യൂക്ലിയസായി പ്രവർത്തിക്കുന്നത്. വഖഫ് ബിൽ നിയമമാകുന്നതോടെ മുനമ്പം ജനതയുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുമെന്ന് ആവർത്തിക്കുകയാണ് BJP. മുനമ്പത്തെ ജനങ്ങളുടെ അവരുടെ അവകാശം, അവരുടെ റൈറ്റ് ടു പ്രോപ്പർട്ടി ഈ ബില്ല് പാസ് ചെയ്ത ഉടനെ അവർക്ക് ആ അവകാശം കിട്ടും എന്ന് അതിൽ ആർക്കും ഒരു സംശയം ഉണ്ടാവാൻ പാടില്ല. ബില്ലിനെ അനുകൂലിക്കണമെന്ന് കത്തോലിക്ക സഭ ആവശ്യപ്പെട്ടെങ്കിലും UDFും LDFും ബില്ലിനെ ശക്തമായി എതിർക്കുകയാണ്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24.